ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട ഡിയോ ഓയിൽ തീർന്ന് പിസ്റ്റൺ പിടിച്ച് വന്ന വണ്ടിയാണ് കേട്ടോ. നിലവിൽ സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആയിട്ട് വണ്ടി കയറ്റി കൊണ്ടുവന്നതാണ്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് എഞ്ചിനിൽ ഓയിൽ ഉണ്ടായില്ല. പിസ്റ്റൺ പിടിച്ചാണെന്ന് മനസ്സിലായി. നമ്മൾ ഭാഗം അഴിച്ചു, സിലിണ്ടറിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ അതിനകത്ത് പിസ്റ്റൺ സിലിണ്ടർ വാളിൽ നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ട്. കണ്ടോ, നല്ല രീതിയിൽ ഉരുകി പിടിച്ചാണ് സിറ്റുവേഷനിലാണ് ഇപ്പോൾ കാണുന്നത് കേട്ടോ. പിസ്റ്റൺ നല്ലോണം സ്ക്രാച്ച് ആയിട്ടുണ്ട്. സിലിണ്ടറിൻ്റെ ഉള്ളിൽ പിസ്റ്റൺ പിടിച്ചാണത് കൃത്യമായിട്ട് നമുക്ക് കാണാനും പറ്റും. നല്ല രീതിയിൽ ആ ഭാഗങ്ങളൊക്കെ നല്ല രീതിയിൽ സ്ക്രാച്ച് വന്നതാണ് ഈ കാണുന്നത്. അതേപോലെ തന്നെ നമ്മൾ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, ഓയിലൊക്കെ സമയത്തിന് മാറ്റാതെ അതിൻ്റെ ഉള്ളിൽ ശരിക്കും ഇങ്ങനെ ചെളി ഇങ്ങനെ പിടിച്ചിരിക്കുക. അതായത് കാർബണാണ് ഓയിലിനകത്ത് മിക്സ് ചെയ്ത് കാർബൺ വന്ന് അതിൻ്റെ ഉള്ളിൽ മൊത്തം കരി ഓയിലായിട്ട് മിക്സായിട്ട് വന്നിട്ട് ശരിക്കും ടാറ് പോലെ ആയിരിക്കുക. മൊത്തത്തിലൊരു ടാറ് ഉരുകി ഒലിച്ചാലുള്ള അവസ്ഥ എന്താ അതേപോലെയാണ് അതിൻ്റെ ഉള്ളിൽ മൊത്തം വന്നത്. ഇത് തന്നെ എഞ്ചിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഈ ഹെഡിൻ്റെ ഭാഗം മാത്രമല്ല, ഇതിൻ്റെ ഉള്ളിലൊക്കെ അതേപോലെ തന്നെ ആയിരിക്കും. ഇപ്പം നിലവിൽ പിസ്റ്റൺ പിടിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരുപാട് ബലം കൊടുക്കാണ്ടൊക്കെ തന്നെ പതുക്കെ ഒന്ന് മുട്ടിയപ്പോൾ തന്നെ ഈ കണക്ടർ റോഡ് ക്രാങ്കിൻ്റെ കണക്ടർ റോഡുമേന്ന് ഊരി പോന്നിട്ടൊക്കെ ഉണ്ട്. നിലവിൽ ഇങ്ങനെ വണ്ടികളിൽ സാധാരണ രീതിയിൽ ക്രാങ്ക് ഷാഫ്റ്റ് കംപ്ലൈൻറ്റ് വരാറില്ല. പക്ഷേ ഈ ഓയിൽ ലെവൽ കുറഞ്ഞു ഓടുന്ന വണ്ടികളിൽ ഈ ക്രാങ്കിൻ്റെ ഈ കണക്ടർ റോഡുണ്ടല്ലോ, ഈ കണക്ടർ റോഡിൻ്റെ ഉള്ളിൽ നീഡിൽ ബെയറിങ് വരാം. അതിന് എത്രത്തോളം തേയ്മാനം വന്നിട്ടുണ്ട് നമുക്ക് പുറമേ നിന്ന് പ്രിഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഞാനിപ്പോൾ അതിൻ്റെ എല്ലാ ആംഗിളിലും തിരിച്ച് അതിൻ്റെ മെഷർമെൻറ്റ് കാര്യങ്ങളൊക്കെ അതിൻ്റെ ഫ്രീ പ്ലേ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു. അതായത് ക്രാങ്കിനെ എല്ലാ ഭാഗത്തും റൊട്ടേറ്റ് ചെയ്തിട്ട് എല്ലാ ഭാഗത്തെയും അളവുകൾ ചെക്ക് ചെയ്യുമ്പോൾ നിലവിൽ ഈക്വലായിട്ടാണ് കാണിക്കണത്. വേറെ പ്രോബ്ലം കൂടുതലായിട്ട് സൈഡ് തേയ്മാനോ കാര്യങ്ങളോ ഉള്ളതായിട്ട് നമുക്ക് പ്രത്യക്ഷത്തിൽ ഫീൽ ആവണില്ല. നോർമൽ കംപ്ലൈൻറ്റ് വരണമെന്നില്ല, പറഞ്ഞാൽ മനസ്സിലായോ? കാരണം എന്താ വെച്ചാൽ സിലിണ്ടർ കംപ്ലൈൻറ്റ് വന്ന് പെട്ടെന്ന് വണ്ടി നിന്നേക്കണതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ക്രാങ്ക് ഷാഫ്റ്റിലേക്ക് കംപ്ലൈൻറ്റ് ഉണ്ടാവണമെന്നില്ല. പക്ഷേ വന്നുകൂടായികയുമില്ല, അതും കൂടി അറിഞ്ഞിരിക്കാം. ഇങ്ങനെ ഓടുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ ഉള്ളിൽ സ്ക്രാച്ചസ് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം നിലവിൽ കുഴപ്പമുണ്ടാവണമെന്നില്ല. കുറേ ഓടണതിൻ്റെ അനുസരിച്ച് ആ കംപ്ലയിൻറ്റ്സ് കൂടുതലായിട്ട് വന്ന് ആ കണക്ടർ റോഡ് പ്ലേ വരും. ഈ കണക്ടർ റോഡിന് പ്ലേ വരുമ്പോൾ അതുമെയാണ് പിസ്റ്റൺ നമ്മൾ ബിൽഡ് ചെയ്ത് സിലിണ്ടറിനകത്തേക്ക് ഫിക്സ് ചെയ്യണത്. ആ കണക്ടർ റോഡിന് പ്ലേ വരുമ്പോൾ പിസ്റ്റണിന് ഷേക്ക് വരും, വീണ്ടും ഡാമേജിലേക്ക് പോകും. അങ്ങനെ ഒരു റിസ്ക് നിലവിൽ വണ്ടിക്ക് ഉണ്ട്. അതായത് ഫുള്ളായിട്ട് ഇപ്പോൾ ക്രാങ്ക് അടക്കം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ റിസ്ക് ഉണ്ടാവില്ല. നേരെ മറിച്ച് സിലിണ്ടർ മാത്രം ചെയ്യുമ്പോൾ കംപ്ലൈൻറ്റ് റെഡി ആവും. പക്ഷേ അങ്ങനെ ഒരു റിസ്ക് നിലവിലുണ്ടെന്നുള്ളത് ആദ്യം മനസ്സിലാക്കിയിരിക്കണം. അതായത് ക്രാങ്ക് ഷാഫ്റ്റ് കംപ്ലൈൻറ്റ് വരാനുള്ള സാധ്യത 50-50 ഓയിലില്ലാതെ ഓടിയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതിൻ്റെ ദിവസം. അപ്പോൾ നമ്മൾ ഇപ്പോൾ യാതൊരുവിധ റിസ്ക് കൊടുക്കാൻ തയ്യാറല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ക്രാങ്ക് ഷാഫ്റ്റും സിലിണ്ടർ അടക്കം മാറ്റിയിട്ട് സെറ്റ് ചെയ്യണം. നമ്മൾ ഏത് രീതിയിൽ വേണമെങ്കിലും സെറ്റ് ചെയ്ത് തരാൻ തയ്യാറാണ്. സിലിണ്ടർ മാറ്റിക്കഴിഞ്ഞാൽ സിലിണ്ടർ മാറ്റി ഹെഡിൻ്റെ ഭാഗം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഭാഗം ഓക്കെയാണ്. ഇപ്പോഴത്തെ ഭാഗം ഓക്കെയാണ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. പക്ഷേ ബൈ ചാൻസ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ഈ പറഞ്ഞ രീതിക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് വരാനുള്ള സാധ്യത ഒരു 80% ഇല്ല. പക്ഷേ ഒരു 20% നമ്മൾ പ്രതീക്ഷിച്ച് തന്നെ പറ്റുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിലില്ലാതെ ഓടിയത് കൊണ്ടാണ് ആ ഒരു 20% നമ്മളൊരു കൺഫ്യൂഷൻ പറയണതിൻ്റെ കേസ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ചെയ്യുന്ന പണി നമുക്ക് പാഴ്പണിയായിട്ട് വരും. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ മുടക്കുന്ന പൈസയൊക്കെ നമുക്ക് നഷ്ടത്തിലേക്ക് പോകും. കംപ്ലൈൻറ്റ് വരണമെന്നില്ല കേട്ടോ. കംപ്ലൈൻറ്റ് വരാനുള്ള സാധ്യത 20% ഉള്ളൂ. നേരെ മറിച്ച് കംപ്ലൈൻറ്റ് വരാതെ ഓടാനുള്ള സാധ്യത 80% ഉണ്ട്. ഇത് അറിഞ്ഞിരിക്കാം. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ കഷ്ടകാലത്തിന് ഈ സംഭവം കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ മെക്കാനിക് എന്ന നിലയിൽ എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ കംപ്ലൈൻറ്റ് വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ ക്രാങ്ക് ഷാഫ്റ്റ് അടക്കം മാറ്റിക്കളയാം. അങ്ങനെ മാറ്റിയിടാണെന്നുണ്ടെങ്കിൽ നമുക്ക് റിസ്ക് ഇല്ല, ടെൻഷൻ ഫ്രീ ആയിട്ട് വണ്ടി നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെ വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് നമുക്കിപ്പോൾ ഹോണ്ട ആക്റ്റീവ ഡിയോ മോഡലൊക്കെ വരുമ്പോൾ ക്രാങ്ക്, സിലിണ്ടർ, അതേപോലെ തന്നെ വാൽവ് കിറ്റ് അടക്കം എല്ലാം ചെയ്തു വരുമ്പോൾ ഏകദേശം ഒരു 10-15 ഇടയിൽ വരും. 10,000 രൂപ തുടങ്ങി 15,000 രൂപയുടെ ഇടയിലാണ് നമുക്ക് അതിൻ്റെ റേറ്റ് തന്നെ. കാരണം ഈ ഇരിക്കുന്ന ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ വില മാത്രം 4,300, 4,400 ആ റേഞ്ച് ഈ ഐറ്റത്തിന് മാത്രം വരും. സിലിണ്ടർ കിറ്റിന് വരുന്നുണ്ട് ഏകദേശം 3,000 ചില്ലാൻ്റെ സിലിണ്ടർ കിറ്റ് വരും. അപ്പോൾ തന്നെ നമുക്ക് ഏകദേശം 7,000 രൂപ 8,000 രൂപ അടുത്ത് അതിന് വരുന്നുണ്ട്. പിന്നെ ബാക്കിയത്തെ ഓയിൽ, ഗ്യാസ്കറ്റ് ഐറ്റംസ്, പിന്നെ ബാക്കിയത്തെ വർക്കുകളെല്ലാം കൂടി വരുമ്പോൾ ഏകദേശം ഒരു 15,000 രൂപ പ്രതീക്ഷിക്കേണ്ടതായിട്ട് വരും. നേരെ മറിച്ച് നമുക്ക് ഈ സിലിണ്ടറിൻ്റെ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടെൻഷനില്ല, ധൈര്യമായിട്ട് ഉപയോഗിക്കാം. അങ്ങനെ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാലും നമ്മൾ ഈ പറഞ്ഞ രീതിയുടെ കൃത്യമായിട്ട് എൻജിൻ ഓയിൽ മാറ്റി കറക്റ്റായിട്ട് പീരിയോഡിക് സർവീസ് കൃത്യമായിട്ട് ചെയ്തു പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ലൈഫ് നമുക്ക് ഉപയോഗിക്കാൻ കിട്ടും. അതായത് ഹോണ്ടയുടെ എൻജിനൊക്കെ എന്ന് പറഞ്ഞാൽ പണിത പക്കയായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓയിൽ ചേഞ്ച് ചെയ്യേണ്ടത് കറക്റ്റ് സമയത്തിന് ഓയിൽ ചേഞ്ച് ചെയ്യുക, ജനറലായിട്ടുള്ള സർവീസ് കൃത്യമായിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വണ്ടി കംപ്ലയിൻറ്റ്സ് ഇല്ലാണ്ട് നമുക്ക് വർഷങ്ങളോളം ഉപയോഗിക്കാനായിട്ട് പറ്റും.
അത് നമ്മൾ പറഞ്ഞതിൻ്റെ ഒരു ഭാഗം. ഇനി നേരെ മറിച്ച് നമുക്ക് ഏകദേശം ഒരു 10,000 രൂപ, 8,500 തുടങ്ങി 10,000 രൂപയ്ക്ക് ഉള്ളിലാണ് നമുക്ക് ഈ സിലിണ്ടർ കിറ്റ് മാത്രം ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് മാറ്റി സിലിണ്ടർ കിറ്റ് മാത്രം മാറ്റി വരുമ്പോൾ ഉള്ള റേറ്റ്. അതിനകത്ത് സിലിണ്ടർ കിറ്റിൻ്റെ ഐറ്റം വരുന്നുണ്ട്. വാൽവ് ഈ പറഞ്ഞ ഹെഡിൻ്റെ വർക്കുകളെല്ലാം തന്നെ നമ്മൾ ചെയ്യണം. വാൽവ് മാറണം, വാൽവ് ഗൈഡ് മാറ്റേണ്ടതായിട്ടുണ്ടെങ്കിൽ അത് മാറണം. ക്യാം ഷാഫ്റ്റിൻ്റെ ബെയറിങ് അത് നിർബന്ധമായിട്ട് മാറും. കാരണം ഓയിൽ ലെവൽ കുറഞ്ഞ് കൊടുക്കുമ്പോൾ ഫസ്റ്റ് പോകുന്നത് ബെയറിംഗ് ആണ്. അതേപോലെ തന്നെ റോക്ക് റാം കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ അത് മാറണം. അപ്പോൾ അതൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് നമ്മൾ ഏകദേശം ഒരു ഫ്ലെക്സിബിൾ റേറ്റ് പറയണത്. അതായത് 8 തുടങ്ങിയിട്ട് 8,500 തുടങ്ങി 10 രൂപ എന്ന് പറയുന്നതിൻ്റെ റേറ്റ് വരുന്നത് ആ രീതിയിലാണ്. അത് നമുക്ക് ആവശ്യമായിട്ട് വരുന്നില്ല എന്നുണ്ടെങ്കിൽ അതനുസരിച്ച് അതിനകത്ത് കുറഞ്ഞോളും. ഇനി നേരെ മറിച്ച് നമ്മളൊരു കറക്റ്റ് ഒരു എമൗണ്ട് പറഞ്ഞിട്ട് അതിനകത്ത് വ്യത്യാസം വന്നാൽ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു റേറ്റ് പറഞ്ഞതിൻ്റെ കേസ്. അപ്പോൾ ഏകദേശം വരുന്ന റേറ്റ് അതാണ്. അപ്പോൾ ആ രീതിയിൽ ചെയ്താലും നമ്മൾ ഈ പറഞ്ഞ 2 രീതിയിൽ ചെയ്താലും നമ്മൾ വാറണ്ടി പറയും, 1 വർഷം വാറണ്ടി പറയും. ഇതിപ്പോൾ നമ്മൾ സിലിണ്ടർ മാത്രം മാറ്റിയിട്ട് വാൽവ് കാര്യങ്ങളൊക്കെ ചെയ്താലും 1 വർഷം നമ്മളുടെ ഭാഗത്തുനിന്ന് വാറണ്ടി കൃത്യമായിട്ട് നിങ്ങൾക്ക് തരും. പക്ഷേ ഞാൻ ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ പറഞ്ഞത് ഇപ്പോൾ 1 കൊല്ലത്തിനുള്ളിൽ വരില്ല എന്നുള്ള ദിവസം എനിക്ക് നല്ല ധൈര്യം ഉള്ളത് കൊണ്ടാണ് നമ്മൾ ആ രീതിയിൽ പറയുന്നത്. നേരെ മറിച്ച് നിങ്ങൾക്ക് ആ വാറണ്ടി കാലാവധി കഴിഞ്ഞിട്ടൊരു കംപ്ലയിൻറ്റ് വന്നാൽ പോലും നിങ്ങൾക്ക് നഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ 2 രീതിയിലുള്ളത് പറയുന്നത്. കൃത്യമായിട്ട് മനസ്സിലാക്കാം, ആലോചിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്, ആലോചിച്ചിട്ട് വേണം അതിനുള്ളൊരു ഇത് പറയാനായിട്ട് കേട്ടോ. പിന്നെ ഇത് ഇത്രയും നമുക്ക് എഞ്ചിനുമായി ബന്ധപ്പെട്ട് നമുക്ക് എഞ്ചിൻ്റെ ഫയറിങ്ങും ഭാഗം നടക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ നമുക്കിപ്പോൾ ക്രാങ്ക്, സിലിണ്ടർ അതൊക്കെ ഒരു ഫയറിങ് സെക്ഷനാണ്. പിന്നെ ക്ലച്ചിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു ഐറ്റം വീല് കംപ്ലയിൻ്റ് ഉണ്ട്. വേരിയേറ്റർ ബോഡി, അതിൻ്റെ പിന്നെ ബോസ് ഡ്രൈവ്, ഈ റോളർ ഇതെല്ലാം കംപ്ലയിൻ്റ് ആണ്. അതിൻ്റേതായിട്ടുള്ളൊരു ഷെയ്ക്കും ഷിവറിങ്ങും നമ്മൾ ഇത് തന്നെ സെറ്റ് ചെയ്ത് റിട്ടേൺ ഇട്ട് കഴിഞ്ഞാൽ കാണിക്കും. അപ്പോൾ അത് മാറ്റേണ്ടത് നമുക്ക് അത്യാവശ്യമാണ്. അതും കൂടി ഞാൻ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. പിന്നെ ഈ ബാക്ക് സൈഡ് എഞ്ചിൻ്റെ ഭാഗം നമ്മളിപ്പോൾ എഞ്ചിൻ ഒരു യൂണിറ്റ് ആയിട്ടുള്ള പറയാം. അപ്പോൾ അതിൻ്റെ ഈ ബാക്ക് സൈഡിലേക്ക് നോക്കുമ്പോൾ ഇവിടെയും ഓയിൽ ലീക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതുണ്ടോ, ഈ ഭാഗത്തും ഓയിൽ ലീക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ എഞ്ചിൻ്റെ വർക്ക് ചെയ്യുമ്പോൾ കൂട്ടത്തിക്കട തന്നെ ഈ ഇമാതിരി കാണുന്ന ചെറിയ വർക്കുകളും കൂടി കൂട്ടത്തിക്കട ചെയ്തു പോകണമായിരിക്കും എന്തുകൊണ്ടും നല്ലത്. അപ്പോൾ എന്തായാലും നോക്കിയിട്ട് വീഡിയോ കണ്ട് കൃത്യമായിട്ട് സംശയം സ്വാഭാവികമായിട്ടും വരാം. കറക്റ്റായിട്ട് വിളിച്ച് സംസാരിച്ച് ആ സംശയം മാറ്റാം. അതിനുശേഷം നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള തീരുമാനത്തിലെത്തിയിട്ട് ആ രീതിയിൽ അതിൻ്റെ വേണ്ട പാർട്സുകൾ ഓർഡർ കൊടുത്ത് വരുത്തി നമുക്ക് ആ രീതിയിൽ ക്ലിയറായിട്ട് ചെയ്തു പോകാം. ഞാൻ പറയണു, നിങ്ങൾ ഏത് രീതിയിൽ ചെയ്താലും അതിന് വാറണ്ടി നമ്മൾ തരും. പക്ഷേ എന്ന് പറഞ്ഞാൽ ക്രാങ്ക് ഷാഫ്റ്റ് മാറ്റി ചെയ്യുമ്പോൾ പിന്നീടൊരു കംപ്ലയിൻറ്റ് വരാനുള്ളൊരു സാധ്യത നിങ്ങൾക്ക് ഇല്ലാതെയാവാണ്. കംപ്ലയിൻറ്റ് കാരണം നമ്മളത് മാത്രമല്ല കേട്ടോ, നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളും കൂടി കറക്റ്റ് ആയിരിക്കണം. അതായത് എഞ്ചിൻ ഓയിൽ മാറ്റുന്നതും അതിനോട് വന്ന പീരിയോഡിക് സർവീസ് കാര്യങ്ങളും കൃത്യമാണെങ്കിൽ കംപ്ലയിൻറ്റ് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇപ്പോൾ സിലിണ്ടർ കിറ്റ് മാത്രം മാറ്റിയാൽ പോലും നമ്മൾ 1 വർഷം നമുക്ക് വാറണ്ടി ഉണ്ട്. 1 വർഷം അല്ലെങ്കിൽ 12,000 കിലോമീറ്ററാണ് കാലാവധി. അതിനുള്ളിൽ നിർബന്ധമായിട്ട് നമ്മൾ കറക്റ്റ് പീരീഡിൽ നമ്മൾ വിളിച്ച് ആവശ്യപ്പെടുന്നു, വണ്ടി വന്ന് കൊണ്ടുവന്നു, സർവീസ് കാര്യങ്ങൾ ചെയ്തു പോകേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെയാണെങ്കിലാണ് വാറണ്ടി കിട്ടുള്ളൂ. കാരണം കൃത്യമായിട്ട് മെയിൻ്റനൻസ് ചെയ്യുന്ന വണ്ടികൾക്ക് കംപ്ലയിൻറ്റ്സ് വളരെ കുറവായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ കറക്റ്റ് പീരിയോഡിക് സർവീസ് ചെയ്യാൻ പറയുന്നതിൻ്റെ കേസ്. അതിനകത്ത് പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പുതിയ വണ്ടി എടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, കറക്റ്റ് ഫസ്റ്റ് സർവീസ്, സെക്കൻഡ് സർവീസ്, തേർഡ് സർവീസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കറക്റ്റായിട്ട് കൊണ്ടുചെല്ലും. കാരണം നമുക്കറിയാം അത് അങ്ങനെ പോയില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നാൽ വാറണ്ടി കിട്ടില്ല എന്നുള്ള ദിവസം അറിയാം. സെയിം പ്രൊസീജിയർ തന്നെയാണ് നമ്മൾ ഇവിടെയും ചെയ്യേണ്ടത്. കറക്റ്റായിട്ട് എഞ്ചിനോ അത് നമ്മൾ ഫ്രീ സർവീസ് കഴിഞ്ഞാൽ അവിടെ നമ്മൾ നിർത്തും. അവിടെയാണ് നമുക്ക് പറ്റുന്ന മണ്ടത്തരങ്ങൾ. അതായത് പീരിയോഡിക് സർവീസ് കഴിഞ്ഞിട്ട് നമ്മൾ പെയ്ഡ് സർവീസിലേക്ക് വന്ന സമയത്ത് എന്ത് വരും, നമ്മൾ കറക്റ്റ് സമയത്തിന് ചെയ്യില്ല, ഓയിൽ സമയത്തിന് മാറില്ല. അങ്ങനെ വരുമ്പോഴാണ് കംപ്ലയിൻസുകൾ വന്നത്. ഞാനത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞെന്നുള്ളൂ. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള വർക്ക് ചെയ്യുമ്പോൾ ഏകദേശം എത്ര എസ്റ്റിമേറ്റ് വരുമെന്ന് നോക്കിയിട്ട് ഞാൻ ഒരു ഡീറ്റെയിൽ എസ്റ്റിമേറ്റ് ഇടാം. അതിനുശേഷം ഡീറ്റെയിൽസ് ഞാൻ വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിടാം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് റിപ്ലൈ ഇടാം. ഇനി നേരെ മറിച്ച് ഫുൾ എഞ്ചിൻ വർക്കായിട്ടാണ് ചെയ്യേണ്ടത്, അതായത് ക്രാങ്ക് ഷാഫ്റ്റ് അടക്കം മാറ്റിയാണ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അത് ആവശ്യപ്പെടാം. അതും പ്രകാരം ഞാൻ അതിൻ്റെ എസ്റ്റിമേറ്റ് അഡീഷണൽ എസ്റ്റിമേറ്റായിട്ട് പറയാം. ആ രീതിയിൽ നമുക്ക് നോക്കി എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ രീതിയിൽ ചെയ്യാം. ഞാൻ കറക്റ്റായിട്ട് വർക്കിൻ്റെ കേസ് നമ്മൾ 100% ഗ്യാരണ്ടിയിൽ നമ്മൾ ചെയ്തു തരാം. പക്ഷേ ആഫ്റ്റർ സർവീസ് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ഓൾറെഡി വേസ്റ്റായിരിക്കും. അത് അറിഞ്ഞിരിക്കുക കേട്ടോ. കാരണം ഓയിൽ ചേഞ്ച് കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിരിക്കണം. നമ്മളിവിടുന്ന് കറക്റ്റ് ബാക്കപ്പ് ഉണ്ടാവും, കറക്റ്റ് ബാക്ക് സപ്പോർട്ട് ഉണ്ടാവും. കാരണം കറക്റ്റ് ടൈമിങ്ങിൽ നമ്മൾ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് കാര്യങ്ങൾ ചെയ്യിക്കും. മാക്സിമം അതിനോട് കോപ്പറേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ മാക്സിമം ഈ പറഞ്ഞ പോലെ കംപ്ലയിൻസുകൾ ഇല്ലാണ്ട് പരമാവധി വർഷങ്ങൾ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും.
അപ്പോൾ ഞാൻ അതിനകത്ത് എസ്റ്റിമേറ്റിൽ നമുക്ക് സാധാരണ നമ്മൾ പറഞ്ഞു സിലിണ്ടർ ഹെഡിൻ്റെ ഭാഗമാണ് നമ്മൾ ഏകദേശം ഒരു 8500 10 വരാറുണ്ട്. പിന്നെ അതിന് പുറമെയാണ് ഈ വന്ന വീലുകളും റോളർ ബോസ് ഡ്രൈവ് കാര്യങ്ങൾ വരും. ഈ ഗിയറിൻ്റെ സെക്ഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെയും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള എസ്റ്റിമേറ്റ്. അതിൻ്റെ ഗ്യാസ്കറ്റ് ഓയിൽ സീൽ കാര്യങ്ങൾ മാറ്റി മതിയാവും. അതിൻ്റെ ഒരു അഴിക്കുമ്പോൾ വീലിൻ്റെ ഒരു ബെയറിങ് മാറ്റി അതിൻ്റെ ഓയിൽ സീൽ കാര്യങ്ങൾ മാറ്റി റീസെറ്റ് ചെയ്യുകയാണെങ്കിൽ അത് എഞ്ചിൻ്റെ ഭാഗം അത്രയും പെർഫെക്റ്റായിട്ട് പൊക്കോളും. അപ്പോൾ അതടക്കം ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റാണ് ഞാൻ അതിനകത്ത് ഫസ്റ്റ് വിടണത്. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് റിപ്ലൈ ഇടാം. അതിനകത്ത് ഈ ക്രാങ്ക് ഷാഫ്റ്റ് അതിനോടനുബന്ധിച്ച് തന്നെ വർക്ക് കൂടെ അതിനകത്ത് വരുന്നില്ല കേട്ടോ, അത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. അപ്പോൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം. സംശയം വരും, സ്വാഭാവികം, വിളിച്ച് ചോദിക്കുക. കറക്റ്റായിട്ട് ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. എന്നിട്ട് എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രീതിയിൽ നമുക്ക് ഒരു തീരുമാനത്തിലെത്താം. അതിനുശേഷം പാർട്സ് ഓർഡറിലേക്ക് വിടാം, വരുത്താം, മാറ്റാം. ഓക്കെ.